മോഹൻലാലിന് ചേരാത്ത സഹോദരിമാരായിട്ട് അഭിനയിച്ചിട്ട് മോഹൻലാലിന് ചേരാത്ത നടിമാരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. പലർക്കും ഇത് ഇഷ്ടപ്പെട്ടൊന്നുമല്ല, പക്ഷേ ഇത് എൻ്റെ അഭിപ്രായമാണെന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. 100-ൽ ഒരു 99 പേര് ഞാൻ ഈ പറയുന്ന കാര്യത്തോട് യോജിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിൽ ആദ്യമായിട്ട് ഗോളജികുമാരൻ എന്ന സിനിമയിൽ ഷംന കസീം മോഹൻലാലിൻ്റെ അനിയത്തിയായിട്ടാണ്. ഒട്ടും ചേർത്തില്ല ഷംന കസീമും മോഹൻലാലും ചേട്ടനും അനിയനുമായിട്ട്. ആര്യൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്നത് സിത്താരയാണ്. സിത്താരയും മോഹൻലാലും തമ്മിൽ ഒരു ചർച്ചയില്ല, അനിയത്തിയും ചേട്ടനൊക്കെ ആയിട്ട്. സിത്താര അതിനുശേഷം പിന്നെ ചിത്രങ്ങളിലൊന്നും മോഹൻലാലിൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. പിന്നെയുള്ളത് തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമയാണ്. അതിൻ്റെ സുചിത്രയാണ് മോഹൻലാലിൻ്റെ പെങ്ങളായിട്ടൊക്കെ അഭിനയിക്കുന്നത്. ഒരു പാട്ടൊക്കെ ഉണ്ട് അവരുടെ കല്യാണ സമയത്ത്, മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും, അങ്ങനെയൊക്കെ ഒരു പാട്ടില്ലേ, അതൊക്കെ ഈ തേന്മാവിൻ കുമ്പത്ത് സിനിമയിൽ സുചിത്രയുടെ കല്യാണ സമയത്ത് പാടുന്നതാണ്. പിന്നെയുള്ളത് കിരീടം എന്ന സിനിമയാണ്. കിരീടം സിനിമയിൽ ഉഷയാണ് മോഹൻലാലിൻ്റെ നായികയല്ല പെങ്ങളായിട്ട് അഭിനയിക്കുന്നത്. സാധാരണക്കാരിയായിട്ടൊക്കെ അഭിനയിക്കാൻ ഉഷയെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. ഉഷയെ തോൽപ്പിക്കാൻ, അങ്ങനെയുള്ള റോളുകളിൽ ഉഷയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെയുള്ളത് സ്ഫടികം എന്ന സിനിമ ചിപ്പിയാണ്. ചിപ്പി ഒരുമാതിരി ചത്ത പോലെയാണ് അതിൻ്റെ അകത്ത്. സ്ഫടികം എന്ന സിനിമ എടുത്ത് നോക്കുമ്പോൾ ചിപ്പിയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു ചത്ത ഒരു അതാണ്. ഒട്ടും ഒരു ചുണയോ ചൂരോ ഇല്ലാത്ത പോലെയാണ്. പിന്നെയുള്ളത് നാട്ടുരാജാവ് എന്ന സിനിമയിൽ നയൻതാരയും മോഹൻലാലും ചേട്ടനും അനിയത്തിയായിട്ട് ചേർത്ത ഇല്ല, ഒട്ടുമില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു നായകൻ വന്ന് നിൽക്കുന്ന പോലാണ് നമുക്ക് തോന്നുക അടുത്ത് നിൽക്കുമ്പോൾ. പിന്നെയുള്ള ദിവ്യാണിയാണ്. വല്യേട്ടൻ എന്ന സിനിമയിലാണ് ദിവ്യാണി മോഹൻലാലിൻ്റെ പെങ്ങളായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അകത്ത് കുറേ സീനുകളുണ്ട്, കരയും വീഴ്ചയിലും. ഒരു തുരിഞ്ഞ പടമാണ് വല്യേട്ടൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.